സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ ഗാസ സിറ്റി ഓപ്പറേഷൻ അതിതീവ്രമായ നിലയിൽ തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവിടെ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇസ്രായേൽ സേന ബൂബി ട്രാപ്ഡ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ബൂബി ട്രാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ കുടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ഡിവൈസുകളെയാണ് ബൂബി ട്രാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൂബി ട്രാപ്ഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെഹിക്കിളിനകത്ത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിറച്ചു വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് റോബോട്ടിക്കായിട്ട് ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോയി പൊട്ടിക്കുന്ന പരിപാടിക്കാണ് ബൂബി ട്രാപ്ഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ISIS അങ്ങനത്തെ ഭീകര സംഘടനകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇത് ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഇവർ പറയുന്നത് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, ഈ ബിൽഡിങ്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിലെ ഇവർ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് M113 ടാങ്കാണ്. അമേരിക്കയുടെ ഇസ്രായേൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു M113 എന്ന് പറയുന്ന ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ അത് കണ്ടം ചെയ്തത് അത് ഉപയോഗശൂന്യമായ ടാങ്കുകൾ, അതിനകത്ത് ടൺ കണക്കിന് എക്സ്പ്ലോസീവ്സ്, ഇംപ്രൂവ്ഡ് എക്സ്പ്ലോസീവ്സ് 7 ടണ്ണൊക്കെയാണ് എക്സ്പ്ലോസീവ്സ് നിറച്ചിട്ട് ഈ പാർപ്പിട സമുച്ചയങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് വിടുന്നു. അപ്പൊ അവിടെ ഓൾറെഡി നോട്ടീസ് കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിക്കോ, ഇതിപ്പം എക്സ്പോർട്ട് ചെയ്യും എന്ന് പറയാം. അപ്പൊ ആളുകൾ സ്വഭാവമായിട്ട് ഒഴിഞ്ഞു പോകും. അപ്പൊ ഇത് ഇസ്രായേൽ ഇത് ഉപയോഗിക്കുന്നത് ഒന്ന്, നമുക്കറിയാവുന്നത് പോലെ ഈ ഏരിയ മുഴുവൻ മൈൻ ചെയ്തിരിക്കണം. അപ്പൊ ആളുകൾക്ക് കയറിപ്പോയിട്ട് ഈ ബിൽഡിങ്സ് ഓരോന്ന് ബോംബ് വെച്ച് തകർക്കാൻ പറ്റില്ല. 2, ഈ സൂയിസൈഡ് ബോംബേഴ്സ് ആയിട്ടുള്ള ഹമാസിന്റെ ആളുകൾ എല്ലാ സ്ഥലത്തും പതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഒരു പട്ടാളക്കാരനെ കയറിപ്പോവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ഈ ബൂബി ട്രാപ്ഡ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ ഫുള്ളി എക്സ്പ്ലോസീവ് പാക്ഡ് ആയിട്ടുള്ള ഉപയോഗശൂന്യമായ ടാങ്കുകൾ അത് റോബോട്ടിക് ഡ്രൈവിംഗ് ഉപയോഗിച്ച് ഈ പാർപ്പിട സമുച്ചയങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നേരത്തെ തന്നെ അവിടെ ആളുകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഈ എക്സ്പ്ലോഷന്റെ പ്രശ്നം ഭയങ്കര ഹെവി എക്സ്പ്ലോഷനാണ്. ഒരു 10-50 വീടുകളോ ഒന്നിച്ച് തകർക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആണെങ്കിൽ ആ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിന്റെ ഒരു ഭിത്തി തകർത്തുകൊണ്ട് ഈ ടാങ്കിനുള്ളിലേക്ക് കയറി നിൽക്കാൻ പറ്റും. ഉള്ളിൽ കയറുന്ന ഒറ്റ എക്സ്പ്ലോഷനിൽ എത്ര സ്റ്റോറിയുള്ള ബിൽഡിംഗ് ആണെങ്കിലും അത് നിലംപൊത്തും. അപ്പൊ അത്രയും വലിയ എക്സ്പ്ലോഷൻ ആയതുകൊണ്ട് അത് ഭൂമികുലുക്കം പോലത്തെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. 10-40 കിലോമീറ്റർ അകലെ വരെ അതിന്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ഭയങ്കര ഹെവി ഇമ്പാക്റ്റ് ആണ്. ഈ തകർക്കപ്പെടുന്ന ബിൽഡിങ്സ് മുഴുവൻ ഛിന്ന ഭിന്നമായി പോകും. അത് പൊടിഞ്ഞു പോകും. പിന്നെ അതങ്ങ് കോരി ഒഴിവാക്കിയാൽ മതി. അതിന് കട്ടയൊന്നും പൊട്ടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പ്ലോഷൻസ് ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടുന്ന് അവര് BBC ഒക്കെ പറയുന്ന ഒരു ആരോപണം. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരത് യെസോ നോ ഒന്നും പറയുന്നില്ല. അവരത് ഉപയോഗിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇത് ആളുകളെ പേടിപ്പിക്കാൻ പറ്റുമെന്ന ഡിവൈസാണ്. ഇതിന്റെ എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രദേശത്ത് ഒരു മനുഷ്യൻ നിൽക്കില്ല. മാത്രമല്ല അത് ഉണ്ടാക്കുന്ന ഒരു ട്രമർ ഉണ്ടാകും, ഒരു കുടുക്കം. ആ കുടുക്കവും കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ സംബന്ധിച്ച് അവർക്ക് ഗാസ സിറ്റിയിൽ നിന്ന് മുഴുവൻ പാലസ്തീനികളെ ഒഴിപ്പിച്ച് കളഞ്ഞ് ഗാസ സിറ്റി ഹമാസ് ഫ്രീ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഹമാസ് ഉപയോഗിക്കുന്ന മനുഷ്യ കവചയും ആ മനുഷ്യ കവചമായി നിന്നു കൊടുക്കുന്ന മനുഷ്യരെ ഭയന്നിട്ട് ഓടിപ്പോണം. അപ്പൊ അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അവരോട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇസ്രായേലിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അവരതിന് പിന്നെ നമ്മളെന്താ പറയുക, കുറച്ച് നാടൻ ഭാഷ ഏച്ചും നോക്കുന്ന ആളുകളല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി, അവർക്കറിയാം ഹമാസ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവരാണ് കൊല്ലപ്പെടുക. അപ്പൊ അവർ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്തായാലും ശരി, പാലസ്തീൻ ഈ ഗാസ സിറ്റിയിൽ നിന്ന് വളരെ വേഗത്തിൽ ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്ത. കാരണം ഇന്റർനാഷണൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇസ്രായേൽ ഈ ഇൻവേഷന്റെ വേഗത കൂട്ടാണ്. അത്രയും വേഗത അവസാനിപ്പിച്ചാൽ അത്രയും പെട്ടെന്ന് ഈ പ്രഷർ അവസാനിക്കുമല്ലോ. അപ്പൊ അവരെ ഒരു ഭാഗത്തേക്ക് തടുത്തു കൂട്ടി പിന്നെ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് പിന്നീട് ആലോചിച്ചാൽ മതി. അപ്പൊ ഈ ഹമാസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഗാസ ഇതോടുകൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് അവരുടെ അയൺ ബീം 450 എന്ന് പറയുന്ന ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അയൺ ബീം എന്ന് പറയുന്നത് ലേസർ ഉപയോഗിച്ചുകൊണ്ട് വെപ്പൺസ് ആക്കി മാറ്റുക, ലേസറിനെ വെപ്പണാക്കി ഉപയോഗിക്കുക. അപ്പൊ ലേസർ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത് റഡാറുകളിലാണ്. ഡിറ്റക്ഷന് വേണ്ടിയാണ് ലേസർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗൈഡൻസിന് വേണ്ടി ഉപയോഗിക്കും. ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കും, ഗൈഡൻസിന് വേണ്ടി ഉപയോഗിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഖത്തറിലൊക്കെ പറയണ്ടേ, ഖത്തറിൽ ഇപ്പൊ ആക്രമണം നടത്തുമ്പോൾ വളരെ പ്രിസൈസ് ആയിട്ട് ആക്രമണം നടത്തുമ്പം ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ ഒരു ലേസർ ബീം ഉപയോഗിച്ച് ഈ വരുന്ന മിസൈലുകൾക്ക് ട്രാജക്ടറി കൊടുക്കാൻ പറ്റും. അപ്പൊ അത്
ഗൈഡൻസിന് വേണ്ടിയും ഡിറ്റക്ഷന് വേണ്ടിയും ഉപയോഗിക്കാം. റഡാറിലാണെങ്കിലും നമ്മൾ പിന്നെ ലേസർ ബീംസ് ആണ് പുറത്തേക്ക് ഇങ്ങനെ വിടുക. അപ്പൊ റഡാറിന്റെ അങ്ങനെ നിൽക്കുന്ന സാധനം കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ലേസർ ബീംസ് പുറത്തേക്ക് പോകുന്നു. ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് തട്ടിയിട്ട് ആ ബീം തിരിച്ച് ഈ സാധനത്തിലേക്ക് എത്തുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഈ പർപ്പസിന് വേണ്ടി മാത്രമാണ് റഡാർ ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും ലേസർ ബീമുകൾ ഉപയോഗിക്കുന്നത്. വേറെ പ്രാക്ടിക്കൽ പർപ്പസസിനൊക്കെ ഉപയോഗിക്കുന്ന കാര്യം നമുക്കറിയാം. കണ്ണ് ഓപ്പറേഷനും അങ്ങനത്തെ പരിപാടികൾക്കും ഒക്കെ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വാർ പർപ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ വാർ പർപ്പസിൽ ഇപ്പൊ ഇത് ഉപയോഗിക്കുന്ന റഡാറുകളിൽ മാത്രമാണ്. ഇത് ലോകത്തിൽ ആദ്യമായിട്ട് രാജ്യം ലേസർ കൊണ്ട് വെപ്പൺ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ഈ റിസർച്ചൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വളരെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ലേസർ ഉപയോഗിച്ചുള്ള ഒരു വെപ്പൺ. അപ്പൊ ലേസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രകാശമാണ്. നമ്മളുടെ ഏത് ഫ്രീക്വൻസിയിലും ഏത് വേവ് ലെങ്തിലും ലേസർ ഉണ്ടാക്കാം. വിസിബിൾ റേഡിയേഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും ലേസർ ഉണ്ടാക്കാം. അപ്പൊ ലേസർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി കൂടുതലാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം ലൈറ്റ് ഒരു വേവ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ വേവിന്റെ ഇങ്ങനെയുള്ള ആ ഒരു ക്രസ്റ്റും ട്രഫും കൂടി ചേരുന്ന ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വേവ് ലെങ്ത് എന്ന് വിളിക്കും. അപ്പൊ വേവ് ലെങ്ത് കൂടുതലനുസരിച്ച് ഒരു ഇൻഡിവിജ്വൽ വേവിന്റെ ശക്തി കുറയുന്നു അല്ലെങ്കിൽ കരുത്ത് കുറയുന്നു എന്ന് നമുക്കറിയാം. വേവ് ലെങ്ത് കൂടുതലനുസരിച്ച് കുളത്തിലെ ബീം മാതിരിയല്ല, കുളത്തിലെ വേവ് മാതിരിയല്ല. ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുമ്പോൾ തിയറി കുറച്ചുകൂടെ വ്യത്യാസം വരും. എന്തായാലും ശരി, ആ വേവിന്റെ അതിന്റെ ഹൈറ്റിൽ വരുന്ന വേരിയേഷനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ അത് ഹൈറ്റ് കൂട്ടിക്കൊണ്ടുവന്നാൽ ആംപ്ലിറ്റ്യൂഡ് കൂടി വന്നു എന്ന് പറയും. അപ്പൊ ഹൈറ്റ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് വല്ലാതെ കൂടും, അപ്പൊ ശക്തി വല്ലാതെ കൂടും. അപ്പൊ അത് അങ്ങനെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടി ഒരു പ്രകാശത്തിന്റെ ശക്തി കൂട്ടുന്ന പരിപാടിയാണ് ലേസറിൽ ചെയ്യുന്നത്. വല്ലാതെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൈറ്റിന്റെ ശക്തി അല്ലെങ്കിൽ പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള പ്രകാശത്തെ കാണാൻ പറ്റുന്ന പ്രകാശത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനകത്ത് വരുന്ന റേഡിയോ വേവ്സ് മുതൽ കോസ്മിക് റേ വരെയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ബീമിനകത്ത് വരുന്ന എല്ലാത്തിന്റെയും ഇന്റൻസിറ്റി ഈ ടെക്നോളജി ഉപയോഗിച്ച് കൂട്ടാൻ സാധിക്കും. അങ്ങനെ സപ്പോസ് നമ്മളിത് ചെയ്യുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനിലാണെങ്കിൽ, ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ ചൂടാണ്. നമ്മുടെ കയ്യിലൊക്കെ വീഴുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. നമ്മുടെ ഒരു സെൻസ് ആണ് ചൂട് എന്നുള്ളത്. നമ്മുടെ ശരീരം ഇൻഫ്രാറെഡിനെ സെൻസ് ചെയ്യുന്നത് ചൂടായിട്ടാണ്. പ്രത്യേകിച്ച് ഫാർ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് റീജിയനുമായിട്ട് അടുത്ത് വരുന്ന വേവ് ലെങ്ത് കൂടിയ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അതാണ് ചൂടായിട്ട് ഹീറ്റായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ ഹീറ്റിന്റെ ഇന്റൻസിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമെന്ന് വിചാരിക്കും. ഹീറ്റിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് ഉരുകി പോവും അല്ലേ? അപ്പൊ നമ്മൾ പിന്നെ ഒരു പർട്ടിക്കുലർ സ്പോട്ട് നമ്മൾ ലേസർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർ റെഡ് ലൈറ്റിന്റെ സ്പോട്ട് വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ചില കുട്ടികളുടെ ടോയ്സിലെ റെഡ് ലൈറ്റിന്റെ ലേസറിന്റെ ഒരു സ്പോട്ട് നിങ്ങൾ കാണാം. ആ സ്പോട്ട് ശരിക്കും ഇന്റൻസിഫൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണെങ്കിൽ ആ സ്പോട്ട് ഉപയോഗിച്ച് ആ സ്പോട്ട് എവിടെ വീഴുന്നോ ആ ഭാഗം നിങ്ങൾക്ക് ഉരുക്കിയെടുക്കാൻ പറ്റും. ചൂടുകൊണ്ട് ആ ഭാഗം നിങ്ങൾക്ക് ഉരുക്കിയെടുക്കാൻ പറ്റും, അങ്ങനെ തുള വീഴിക്കാൻ പറ്റും. അപ്പൊ ആ ടെക്നോളജിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ ലേസേഴ്സ് ഉപയോഗിച്ച് ഒരു ഓബ്ജക്റ്റിന്റെ മേലെ തുള വീഴിക്കുക എന്നുള്ളതാണ്, ഹീറ്റ് ചെയ്ത് അതിനെ മെൽറ്റ് ചെയ്ത് ഉരുക്കി കളയുക എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി. അല്ലാതെ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് വെടിവെക്കാനോ അല്ലെങ്കിൽ മിസൈൽ കൊണ്ട് ഇടിക്കുന്നത് പോലെ കൊണ്ട് ഇടിക്കാനോ അല്ലെങ്കിൽ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ എക്സ്പ്ലോഡ് ചെയ്യിക്കാനൊന്നും പറ്റിയല്ല. ആകെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഹീറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന്റെ ഇന്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഹീറ്റ് വേണം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ പോയിന്റുള്ള ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് മുരിയി പോകും. അപ്പൊ ഒരു മിസൈല് നമ്മളുടെ രാജ്യത്തേക്ക് വരുന്നുവെങ്കിൽ ഈ ലേസർ ബീം ഉപയോഗിച്ചുള്ള അയൺ ബീം എന്ന് പറയുന്ന ഈ പ്രൊട്ടക്ഷൻ ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിൽ ഈ ഒരു ലേസർ ബീം ഈ മിസൈലിന് നേരെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ ആ മിസൈലിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ടോർച്ച് അടിക്കുന്നത് പോലെ ആ മിസൈലിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മിസൈലിൽ ഓട്ടോ വീഴുന്നതുകൊണ്ട് അതിന്റെ ഗൈഡൻസും സംവിധാനം മുഴുവൻ തെറ്റിപ്പോകും. അതിനകത്തുള്ള എക്സ്പ്ലോസീവ് ഏതാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പൊ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിക്കും. ഈവൺ ഒരു ന്യൂക്ലിയർ ബോംബ് ആണെങ്കിൽ പോലും അതിനെ നിർവീര്യമാക്കാൻ ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം അതിന്റെ കവർ നിങ്ങൾക്ക് പെനിട്രേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പെനിട്രേറ്റ് ചെയ്ത് കളഞ്ഞ് അതിനകത്തെ മാസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡിസോറിയന്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പൊ ഏത് ആയുധത്തിന്, ഒരു പറക്കുന്ന വിമാനത്തിന് ഓട്ടോ വീണ് എന്താ സംഭവിക്കാൻ നമുക്കറിയാം. ഒരു പറന്നു വരുന്ന ഒരു ഒബ്ജക്റ്റ്, അത് മിസൈൽ ആയിക്കോട്ടെ, ഏതുതരം മിസൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡ്രോൺ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ ഓട്ട വീഴ്ച കഴിഞ്ഞാൽ അതിനെന്താ സംഭവിക്കാമെന്ന് നമുക്കറിയാം. ഇത് നമ്മളൊരു ബുള്ളറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ഓട്ടയെ വീഴിക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് ലേസർ ബീമിന് അങ്ങനെ കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര ബീം വേണമെങ്കിലും അയക്കാം. 10 ബീം വെച്ച് 10 ഓട്ട ഉണ്ടാക്കാം, അല്ലെങ്കിൽ 20 ബീം വെച്ച് 20 ഓട്ട ഉണ്ടാക്കാം. അപ്പം ഇതിന്റെ 2-3 പ്രത്യേകതകൾ. ഒന്ന്, ഇതിന്റെ വേഗതയാണ്. പ്രകാശമായതുകൊണ്ട് പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് അചിന്ത്യമായ വേഗതയാണ്. നിങ്ങളിപ്പോ 10, 20, 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലേസർ ബീം അങ്ങോട്ട് നിങ്ങൾ എപ്പോഴാണോ തിരിച്ചു വെക്കുന്ന ആ മൊമെന്റിൽ തന്നെ അതിന്റെ മുകളിൽ അത് എത്തിയിരിക്കും.
നേരെ മറിച്ച് നിങ്ങളൊരു മിസൈൽ കൊണ്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ബുള്ളറ്റ് ഇവിടുന്ന് ഓടി അവിടെ എത്തണ്ടേ? മിസൈൽ ആണെങ്കിൽ മിസൈൽ നിങ്ങൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ട് മിസൈൽ ഇവിടെ എത്തിയിട്ട് അതിന്റെ അടുത്തേക്ക് എത്തണ്ടേ? അതിനൊരു സമയം വേണ്ടേ? ഇതിന് സമയം വേണ്ട, പ്രകാശത്തിന് സമയം വേണ്ട. പ്രകാശം സഞ്ചരിക്കുന്നത് 3,00,000 km/h എന്നുള്ള വേഗതയിലാണ്. ഇത് 3,00,000 km/s എന്നുള്ള വേഗതയിലാണ്. അപ്പൊ അത് പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വേഗതയല്ല. ഒരു സെക്കൻഡിൽ 3,00,000 km എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്തയുടെ ഒക്കെ എത്രയോ പുറത്തുള്ള ഒരു സംഗതിയാണ്. മനുഷ്യർ അത് ചിന്തിക്കാനോ ഊഹിക്കാനോ ഒന്നും കഴിയുന്ന വേഗതയല്ല. ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു 10, 50, 100, 200, 1000, 2000 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓബ്ജക്റ്റിന്റെ നേരെ ഈ ഉപകരണം ജസ്റ്റ് ഓൺ ആക്കിയാൽ ഓൺ ആക്കുന്ന മൊമെന്റിൽ തന്നെ ലൈറ്റ് അല്ലെങ്കിൽ ലേസർ അവിടെ എത്തിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഉന്നം തെറ്റുന്ന പ്രശ്നമില്ല. അതിനെ വളരെ അടുത്തേക്ക് നമ്മൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നു എന്നൊരു വിഷയമില്ല. എത്ര അകലെ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് നശിപ്പിക്കാം. വരുന്ന കാലങ്ങളിൽ ഈ ടെക്നോളജി മൂത്ത് വന്നാൽ ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾക്കൊക്കെ ഇത് പ്രശ്നമായി വരും. ആകാശത്തോടെ മൂവ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിനെ വേണമെങ്കിലും ഇങ്ങനെ ഓട്ടോ വരുത്തി അതിനെ താഴെ വീഴിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു സംവിധാനമാണ് ഇപ്പൊ ഇസ്രായേൽ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഒന്ന് ഇതിന്റെ സ്പീഡ്, രണ്ട് കോസ്റ്റ്, നോ കോസ്റ്റ്, ഒരു ചെലവുമില്ല. ഒരു ലേസർ ബീം ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി മാത്രമാണ്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ബീം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് $2 ഇലക്ട്രിസിറ്റിയാണ്. $2 ഇലക്ട്രിസിറ്റി. നേരെ മറിച്ച് ഒരു പാട്രിയോട്ട് മിസൈൽ പോകണമെന്നുണ്ടെങ്കിൽ $40,000 മുതൽ $1,00,000 വരെ ചെലവുണ്ട്. ആ സമയത്താണ് ഇത് വെറും $2 ചെലവിൽ ഒരു ബീം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. വിച്ച് മീൻസ് നോ കോസ്റ്റ്. കോസ്റ്റ് ഇല്ല. നിങ്ങൾ ഏത് സാധനത്തിനാണോ ലക്ഷ്യം വെക്കുന്നത് നിശ്ചയമായി നശിച്ചിരിക്കും. അതിന് വേഗതയില്ല. തീർന്നു പോകുന്ന പ്രശ്നമില്ല. നമ്മളിപ്പോ 1000 മിസൈലുകൾ ഉണ്ടാക്കി വെച്ചു. 1000 മിസൈലുകൾ തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, പിന്നെ പുതിയ മിസൈൽ ഉണ്ടാക്കണ്ടേ? ഒരു തോക്കിനകത്ത് നിങ്ങൾക്ക് 500 ബുള്ളറ്റ് ഉണ്ട്. 500 ബുള്ളറ്റ് തീർന്നാൽ കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ നടക്കണ്ടേ? ഇത് അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. ഇത് തീരുന്ന പ്രശ്നമില്ല. ഇപ്പൊ തീരാൻ പോകുന്നില്ല. ഇതിന്റെ അസാധ്യമായ വേഗത, അസാധ്യമായ പ്രിസിഷൻ, വിതൗട്ട് എനി കോസ്റ്റ്. ഇത് ലോകത്തിൽ ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത് ഇസ്രായേലാണ്. അവരത് ഡെവലപ്പ് ചെയ്തതായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പട്ടാളത്തിന് കൈമാറുന്നു. ഡിസംബറോടുകൂടി അത് ഇസ്രായേൽ സേനയുടെ ഭാഗമാകും. അതോടെ അവരുടെ അയൺ ബീം എന്ന നേരത്തെ ഉള്ളത് അവരുടെ അയൺ ഡോം എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷനാണ്. അയൺ ഡോമിന്റെ ഭാഗമായിട്ട് ഇനി അയൺ ബീമും കൂടി ചേരാൻ പോകുന്നു. അപ്പൊ ഇസ്രായേലിന്റെ പ്രൊട്ടക്ഷൻ അത്രത്തോളം ശക്തമായി വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.